രാധേ, ഈ മനുഷ്യശരീരം ഒരു വിസ്മയം എന്ന പാഠം നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ചാലോ? സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ എളുപ്പമായിരിക്കും. അതൊരു നല്ല ആശയമാണല്ലോ രാജു. തുടങ്ങാം. ആദ്യം രക്തപര്യന വ്യവസ്ഥയെപ്പറ്റി നോക്കാം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങളും ശ്വാസമെടുക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നതെങ്ങനെയാണ്? അതിന് നമ്മെ സഹായിക്കുന്ന സംവിധാനമാണ് രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന രക്തപര്യന വ്യവസ്ഥ. ഇതിന്റെ പ്രധാന ജോലി ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകങ്ങളും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക എന്നതാണ്. നമ്മുടെ രക്തത്തിന് ചുവപ്പു നിറമാണല്ലോ, അതിന് കാരണമെന്താണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ് രക്തത്തിന് ചുവപ്പു നിറം നൽകുന്നത്. ഓഹോ, അപ്പോൾ രക്തത്തിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്? പ്രധാനമായി 4 ഘടകങ്ങളുണ്ട്. പ്ലാസ്മ, രക്തത്തിന്റെ ദ്രാവകഭാഗമാണിത്. ചുവന്ന രക്തകോശം RBC, ഇതിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. വെളുത്ത രക്തകോശം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. എത്ര തരം രക്തക്കുഴലുകളുണ്ട്? ധമനികൾ, സിരകൾ, ലോമികകൾ എന്നിങ്ങനെ 3 തരം രക്തക്കുഴലുകളുണ്ട്. ധമനികൾ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം കൊണ്ടുപോകുന്നു. സിരകൾ ശരീരഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം തിരിച്ചെത്തിക്കുന്നു. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണല്ലോ. ഹൃദയം ഏകദേശം നമ്മുടെ മുഷ്ടിയോളം വലുപ്പമുണ്ട്. നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഡോക്ടർമാർ ഹൃദയസ്പന്ദനം നോക്കുന്നത് എന്തിനാണ്? ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ഇത് മിനിറ്റിൽ ഏകദേശം 72 തവണ ഉണ്ടാകും. ധമനികളിലുണ്ടാകുന്ന ഈ തരംഗചലനമാണ് പൾസ്. ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഇനി മാലിന്യം പുറന്തള്ളുന്നതിനെപ്പറ്റി പഠിക്കാം. യൂറിയ പോലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയയ്ക്ക് എന്താണ് പറയുന്നത്? അതിനെയാണ് വിസർജനം എന്ന് പറയുന്നത്. ഇതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ് വൃക്കകൾ, കിഡ്നീസ്. ഇവ മനുഷ്യശരീരത്തിലെ അരിപ്പകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. വൃക്കകൾ എങ്ങനെയാണ് രക്തം ശുദ്ധീകരിക്കുന്നത്? വൃക്കധമനി വഴി രക്തം വൃക്കയിലെത്തുന്നു. അവിടെ അരിക്കൽ നടന്ന് മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശുദ്ധീകരിച്ച രക്തം വൃക്കസിര വഴി തിരിച്ചുപോകുന്നു. മൂത്രം വൃക്കയിൽ നിന്നും മൂത്രവാഹി വഴി മൂത്രാശയത്തിൽ ശേഖരിക്കുന്നു. വിസർജനത്തിന് സഹായിക്കുന്ന മറ്റ് അവയവങ്ങളേതൊക്കെയാണ്? ശ്വസകോശം കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. ത്വക്ക് വിയർപ്പിലൂടെ ജലവും ലവണങ്ങളും പുറത്തുപോകുന്നു. കരൾ ശരീരത്തിന് ഹാനികരമായ അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നു. ഇനി നാഡീവ്യവസ്ഥ നോക്കാം. നമ്മുടെ ശരീരം എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതെങ്ങനെയാണ്? മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. മസ്തിഷ്കമാണ് കാഴ്ച, കേൾവി, ഓർമ്മ, ബുദ്ധി, വികാരങ്ങൾ, ശരീരത്തിലെ പ്രവർത്തനങ്ങൾ എന്നിവയുടെയെല്ലാം കേന്ദ്രം. അവസാനമായി കൗമാരം. ഏതു പ്രായമാണ് കൗമാരം? 10 മുതൽ 19 വയസ്സുവരെയുള്ള കാലഘട്ടമാണ് കൗമാരം. ഈ സമയത്താണ് പെട്ടെന്നുള്ള വളർച്ചയുണ്ടാകുന്നത്. പെൺകുട്ടികളിൽ ഈ സമയത്ത് ആർത്തവം, മെൻസ്ട്രുവേഷൻ ആരംഭിക്കുന്നത് പ്രധാന മാറ്റമാണ്. അതെ, ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ ഗർഭാശയത്തിൽ രൂപപ്പെട്ട രക്തലോമികകളും കലകളും പൊട്ടി രക്തത്തോടൊപ്പം പുറന്തള്ളപ്പെടുന്ന സ്വാഭാവിക പ്രക്രിയയാണ്. ആർത്തവ സമയത്ത് ശുചിത്വം പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. 4-5 മണിക്കൂറിനുള്ളിൽ നാപ്കിൻ മാറ്റണം. കൗമാരത്തിൽ വളർച്ച വേഗത്തിലായതുകൊണ്ട് ശരിയായ പോഷകമുള്ള ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരിയാണ് രാധേ, നമ്മുടെ ശരീരം ശരിക്കും ഒരു അത്ഭുതമാണ്.